കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ വിഭാഗം ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകും. കലയന്താനെ സ്വദേശി അമ്മിണി അമ്മയാണ് പട്ടയത്തിനായി സമരം നടത്തി വന്നത്. തൊടുപുഴ കുറിച്ചിപ്പാടത്തെ കൈവശ ഭൂമി അയൽവാസി കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നുമായിരുന്നു 75-കാരിയായ അമ്മിണിയുടെ പരാതി. 2021 ആലക്കോട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കൈവശമുള്ള 10 സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണമെന്ന ആവശ്യവും അമ്മിണിയമ്മ ഉന്നയിച്ചു. പാത്തിക്കപ്പാറയിലെ തരിശുഭൂമി സമീപവാസികൾ കൈവശപ്പെടുത്തി പട്ടയം തരപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം 54 സെന്റ് തരിശുഭൂമി കണ്ടെത്തുന്നതിനായാണ് സർവേ നടത്തിയത്. 2 ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് സ്ഥലത്ത് സർവേ നടത്തിയത്. രണ്ടു കൂട്ടരുടെയും കൈവശവും ഒക്കെ അളന്നു തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സർവേ കല്ലുകളെല്ലാം അവർ ഐഡന്റിഫൈ ചെയ്തു. ഇനി ആ സർവേ കല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ടയ സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പതിറ്റാണ്ടായുള്ള കൈവശ ഭൂമിയായതിനാൽ അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്നായിരുന്നു തഹസീൽദാർ റിപ്പോർട്ട് നൽകിയത്. സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയാണെന്ന വാദത്തിൽ അയൽവാസിയും ഉറച്ചു നിൽക്കുകയാണ്. ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസീൽദാർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി.